കുന്നംകുളം പഴനി MD കോളേജിൽ KSU പ്രവർത്തകർ SFI പ്രവർത്തകർ മർദ്ദിച്ചെന്ന് പരാതി. പരിക്കേറ്റ 3 KSU പ്രവർത്തകർ പോലീസിൽ പരാതി നൽകി. SFIയുടെ കുറച്ച് ആൾക്കാർ വന്നിട്ട് റാഗിങ്ങിന്റെ ഭാഗമായിട്ട് അവരെന്നെ കോണിയൂപ്പിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോവുകയും അത് ക്രൂരമായിട്ട് മർദ്ദിക്കുകയും ചെയ്തു. അവര് കുറെ മുമ്പ് തൊട്ട് ഞങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളത് കണക്കിലെടുത്തില്ല. കാരണം സഹവിദ്യാർത്ഥികളല്ലേ, അപ്പൊ ഞങ്ങളത് കണക്കിലെടുത്തില്ല. പക്ഷെ ഇന്ന് ഒരു സുപ്രഭാതത്തിൽ ഞങ്ങൾ പിടിച്ചുകൊണ്ട് പോയിട്ട് മർദ്ദിക്കുകയാണ് ഉണ്ടായത്. എന്നെ മർദ്ദിക്കണ കണ്ടിട്ട് വന്ന എൻ്റെ സഹപ്രവർത്തകര്, യൂണിറ്റ് പ്രസിഡന്റ്, KSU യൂണിറ്റ് പ്രസിഡന്റ്, അതുപോലെ തന്നെ KSU യൂണിറ്റ് സെക്രട്ടറി, ഇവർക്കൊക്കെ ക്ലാസ് റൂമിൽ കയറ്റിയിട്ട് നല്ല ക്രൂരായിട്ടുള്ള മർദ്ദനമാണ് ഉണ്ടായത്. സുരജ് സജി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നു. സുരജ്, കേരള യൂണിവേഴ്സിറ്റി കലോത്സവം കഴിഞ്ഞതിന് ശേഷം അല്പം ഒരു ക്ഷമയുണ്ടായിരുന്നു, അല്പം ഇത്തരത്തിൽ വാർത്തകൾ കുറവുണ്ടായിരുന്നു. വീണ്ടും സംഘർഷ വാർത്ത വരുന്നു. എന്തിനാണ് ഈ മർദ്ദനം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? 11:30 ഈ സംഭവം നടക്കുന്നത്. ഈ പഴഞ്ഞി MD കോളേജിലാണ് സംഭവം. അതായത് 3 KSU പ്രവർത്തകരെ അതിക്രൂരമായി SFI പ്രവർത്തകർ മർദ്ദിച്ചു എന്നാണ് പരാതി ഉയർന്നിരിക്കുന്നത്. 1ാം വർഷ വിദ്യാർത്ഥിയും അതുപോലെ തന്നെ KSU ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള റാഫി, അതുപോലെ തന്നെ 1ാം വർഷ വിദ്യാർത്ഥിയും യൂണിറ്റ് പ്രസിഡന്റുമായിട്ടുള്ള ജാസിർ, ഒപ്പം തന്നെ മുഹമ്മദ് എന്നീ 3 വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവർ പറയുന്നത് ഈ കോളേജിൽ ഒരാഴ്ചയോളമായി SFI പ്രവർത്തകർ തങ്ങളെ പിന്തുടർന്ന് ആക്രമിക്കാനും മർദ്ദിക്കാനുമുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. ഇതിന്റെ തുടർച്ച എന്ന വണ്ണമാണ് ഇന്ന് ക്യാൻറ്റീനിൽ ഇരിക്കുന്ന സമയത്ത് SFI പ്രവർത്തകർ സംഘടിച്ചെത്തുകയും ഇവരെ ആളൊഴിഞ്ഞ കോണി റൂമിന് താഴെ എത്തിക്കുകയും അവിടെ വെച്ച് ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തതെന്നുള്ളതാണ് പറയുന്നത്. ഈ സമയം അവിടെ ഉണ്ടായിരുന്ന KSU ജില്ലാ സെക്രട്ടറിയാണ് മർദ്ദിക്കുന്നത്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന KSU പ്രവർത്തകർ ഇത് തടയാൻ ശ്രമിച്ചു. ആ സമയത്താണ് കൂടുതൽ KSU പ്രവർത്തകർക്ക് മർദ്ദനമേറ്റത് എന്ന് പറയുന്നു. എന്തായാലും ഈ 3 പേരും നിലവിൽ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണുള്ളത്. ഒപ്പം ഈ സംഭവത്തിൽ KSU പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. പോലീസ് ഈ സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിക്കാനുള്ള നടപടികളിലാണ് ഇപ്പോൾ ഉള്ളത്. ശരി, വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധം വളർത്താനാണ് വിദ്യാർത്ഥി രാഷ്ട്രീയം. കയ്യൂക്കിന്റെ ബലം അത് തെളിയിക്കാനുള്ള ഇടമല്ല വിദ്യാർത്ഥി രാഷ്ട്രീയം.